Hi friends, എല്ലാവർക്കും സജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. 3 ലെയർ പുഡിംഗ്. ഇന്ന് ഞാൻ 3 ലെയർ പുഡിംഗ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാന്ന്. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 കപ്പ് പാലാണ് ട്ടോ. ഞാൻ ഇവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. ഇതേപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ഇതിലേക്ക് 3 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 1/4 കപ്പ് പഞ്ചസാര മതി. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന്റെ കുറച്ചും കൂടി ഒരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതുകൊണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയതാണ്. അതിന്റെ റെസിപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം കേട്ടോ. അപ്പൊ വേണ്ടവരൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ഒരു 10 ഗ്രാംസ് ചൈന ഗ്രാസ് വേണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാൻ കിട്ടും. നാട്ടിലൊക്കെ ബേക്കറിയിലും വലിയ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഉണ്ട്. 10 ഗ്രാംസിന് ആകെ 45 രൂപയൊക്കെ ഉള്ളൂ. അപ്പൊ പലർക്കും ഇത് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയാണ്, ചൈന ഗ്രാസ് അഗർ എന്ന് പറയും. ഇവിടെയാണെങ്കിൽ ഗ്രോസറിയിലും സൂപ്പർ മാർക്കറ്റും എല്ലാ സ്ഥലത്തും കിട്ടും കേട്ടോ. അപ്പൊ ഇത് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ പുഡിംഗ്സിനും പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി ഇതൊന്ന് അലിയിച്ചിട്ടാണ് നമ്മൾ പുഡിംഗിൽ മിക്സ് ചെയ്യാൻ വേണ്ടി പോവാ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതൊരു 30 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും. അപ്പൊ ഞാനിവിടെ വെള്ളത്തിൽ ഒന്നും കുതിർത്ത് വെക്കുന്നില്ല. ഇതേപോലത്തെ ഒരു പാത്രത്തിലിട്ടിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്യാസിൽ വെച്ചിട്ട് വേണം അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന പുഡിംഗ് മിക്സ് ഞാനിപ്പോ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഉരുകിയിട്ട് അതിലേക്ക് അലിയണം. ഇത് നമുക്ക് പാല് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ എപ്പം പുഡിംഗ് ഉണ്ടാക്കുമ്പോഴും പാല് തിളയ്ക്കേണ്ട ആവശ്യമില്ല. തിളച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പുഡിംഗ് ശരിയായിട്ട് കിട്ടില്ല. അതിനോടൊപ്പം തന്നെ വേറൊരു പാത്രത്തിൽ നമുക്ക് ഇതേപോലെ തന്നെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. രണ്ടും കൂടി ഒന്നിച്ച് തന്നെ വെക്കണം കേട്ടോ. കാരണം ഒരേ ടെമ്പറേച്ചറിൽ വേണം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. അപ്പൊ ഒരേ ടൈമിൽ തന്നെ 2 അടുപ്പിലായിട്ട് പാലും ചൈന ഗ്രാസും വെക്കുക. ഇതേപോലെ വെക്കുക. പാല് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ചൈന ഗ്രാസ് ഇതേപോലെ ഉരുക്കിയെടുക്കുക. പാല് തിളയ്ക്കാതെ നോക്കുകയും വേണം കേട്ടോ. അപ്പൊ ഇവിടെ ചൈന ഗ്രാസ് ഒരുവിധം നന്നായിട്ട് തന്നെ ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് ചൈന ഗ്രാസ് അലിഞ്ഞിട്ട് ഉണ്ടാവുക. ഇനി നമുക്ക് ഇത് പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു അരിപ്പ വെച്ചിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ചൈന ഗ്ലാസ്സിൽ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിലേക്ക് പോകും. അപ്പൊ അതേപോലെ ഒരു അരിപ്പ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരിപ്പയുടെ അടിയിലും കുറച്ച് ചൈന ഗ്രാസ് ഒക്കെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ ഇതേപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് വടിച്ചെടുത്തിട്ട് പാലിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൈന ഗ്രാസ് ഞാനിപ്പം പാലിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇത് തിക്കാവാനൊന്നും നിൽക്കണ്ട. ഗ്യാസിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ലൂസായിട്ട് തന്നെയാണ് നമ്മുടെ ഈ പുഡിംഗ് മിക്സ് ഉണ്ടാവുക. നമ്മുടെ പുഡിംഗ് ഉണ്ടാക്കാനുള്ള മിക്സ് ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് ചൂടാറരുത്, അപ്പോഴേക്കും ഇത് ചിലപ്പോൾ സെറ്റായിട്ട് പോകും. കുറച്ച് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. പുഡിംഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതേപോലത്തെ ഒരു പാത്രമാണ് കേട്ടോ ഞാനിവിടെ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ലെയർ ഞാൻ സ്ട്രോബെറി ഫ്ലേവറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതേപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്ട്രോബെറി എസൻസ് ഒഴിച്ചു കൊടുക്കാം. എസൻസ് തന്നെ വാങ്ങിക്കണം, കളറല്ല, സ്ട്രോബെറിയുടെ എസൻസ്. ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച എസൻസ് ആണ് കേട്ടോ. അപ്പൊ ഇതിന് കുറച്ച് കളർ കുറവാണ്. നാട്ടിലൊരു ചെറിയ പ്ലാസ്റ്റിക് കുപ്പിയിലൊരു എസൻസ് വാങ്ങിക്കാൻ കിട്ടും സ്ട്രോബെറിന്റെ. അത് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ഉണ്ടാവും, കുറച്ചും കൂടി കളറൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് കുറച്ച് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലെയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ മുകളിൽ ഇതേപോലെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയാട്ടോ, ഇല്ലെങ്കിൽ പുഡിങ് സെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇനി ഇതൊരു 10 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി പോവാണ്. പുഡിങ് ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടി, ജസ്റ്റ് ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബാക്കിയുള്ള പുഡിങ് മിക്സ് നമ്മൾ ഇതേപോലെ വെക്കുകയാണെങ്കിൽ, പുറത്ത് വെക്കുകയാണെങ്കിൽ അത് പുറത്ത് നിന്ന് തന്നെ ചിലപ്പോൾ സെറ്റായിട്ട് പോകും. അപ്പൊ അതൊന്ന് നമ്മൾ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇതേപോലെ ഇറക്കി വെച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഇത് പുറത്ത് വെച്ചിട്ട് സെറ്റായിട്ട് പോകും. കുറച്ച് ചൂടുവെള്ളത്തിൽ ഇതേപോലെ ഇറക്കി വെച്ചു കൊടുത്തിട്ട് ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഒരു 10 മിനിറ്റിലെ നമ്മൾ മറ്റേത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ. 10 മിനിറ്റ് ഇതേപോലെ ഇത് ഇറക്കി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇളക്കി കൊടുത്തോണ്ടിരിക്കേണ്ട, ജസ്റ്റ് ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് ഇതേപോലെ കുറച്ച് മിക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് വാനില എസൻസ് ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ള കളറിൽ തന്നെയാണ് ആ ലെയർ ഉണ്ടാക്കിയെടുക്കുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന സ്ട്രോബെറിയുടെ പുഡിങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത്രയും സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെക്കൻഡ് ലെയർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പുഡിങ് ചിലപ്പം പൊട്ടിപ്പോകും, കാരണം ജസ്റ്റ് ഒന്ന് സെറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഇതേപോലെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. സെക്കൻഡ് ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത ലെയർ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പുഡിങ്ങിന്റെ മിക്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിസ്തയുടെ ഫ്ലേവർ ആണ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതേപോലത്തെ സ്ട്രോബെറിയുടെയും ബദാമിന്റെ ഒക്കെ കിട്ടാനുണ്ട്. 52 രൂപയൊക്കെ ഉള്ളൂ. അപ്പൊ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല കളറും ഉണ്ടാവും, നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതേപോലത്തെ വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചേക്കാം. ഇതൊരു 4-5 ഡ്രോപ്പൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 4 ഡ്രോപ്പൊക്കെ തന്നെ മതി. അപ്പോഴേക്കും തന്നെ നല്ല കളറും ഫ്ലേവറൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതും കൂടി മൂന്നാമത്തെ ലെയറായിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന പുഡിങ്ങിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 10 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ ഈ പുഡിങ്ങും നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതേപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് ഇതും ഇതിന്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. 3 ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് ഞാൻ ഒന്നുകൂടി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ടാണ് ഞാൻ ഇതിന്റെ മുകളിൽ ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. ഇപ്പം തന്നെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചത് ഒരു 10 മിനിറ്റ് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇതും ഇനി ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാം. ഇതിപ്പം ഇവിടെ 10 മിനിറ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് പിസ്തയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി, കറുപ്പ് കളറും യെല്ലോ കളറും. നമുക്ക് എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പൊ ഞാൻ ഇതൊക്കെ എടുത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്തിട്ട് ചെയ്യാം. പ്ലെയിൻ ആയിട്ട് ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും കഴിക്കാൻ ടേസ്റ്റ് ഒക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പുഡിങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. 3 ലെയറിനും 3 ഫ്ലേവറും ആണ്, കളർഫുള്ളും ആണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഇതൊരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എങ്കിലും പുഡിങ് നല്ല തണുപ്പൊക്കെ വന്നിട്ട് കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഇതിന്റെ ലെയറൊക്കെ കാണുന്നുണ്ട്. സ്ട്രോബെറിക്ക് കുറച്ച് കളർ കുറവായതുകൊണ്ടാണ് നന്നായിട്ട് അറിയാത്തത്. സ്ട്രോബെറി, മിൽക്കിന്റെ വാനില എസൻസ്, പിസ്ത എസൻസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിന്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടി ഒക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇത് ഞാൻ പുഡിങ് സെറ്റ് ആയതിനു ശേഷം ഒന്ന് കട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ. കണ്ടില്ല, ഇതേപോലെയാണ് ഉണ്ടാവുക. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.